ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. എന്ത് പറയും, ഏതിൽ നിന്ന് തുടങ്ങും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പം സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. പ്രഗത്ഭന്മാരായ വക്കീലന്മാർ, ഡൽഹിയിൽ നിന്നൊക്കെ വക്കീലന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഹയറിച്ച് തിരിച്ചു വന്നിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 212 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ED കണ്ടെത്തിയിരിക്കുന്നത്. 212. രണ്ടാമത്തെ ഘട്ടത്തിലാണ് പിന്നെ ഒരു 33 കോടി. അത് കുറേ ആൾക്കാരുടെ സ്വർണവും മറ്റുമൊക്കെ ആയിട്ടുള്ള ഇതാണ്. അതെന്തായാലും ഹൈറിച്ച് തെണ്ടികളെ നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല. അത് മറ്റുള്ളവരുടെ ആഭരണങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ 212 ഒരു ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രതാപൻ്റെ മക്കളെ കുറച്ച് പൈസയൊക്കെ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ വളരെ ദുരിതത്തിലാണല്ലോ. ചിലപ്പോൾ പ്രതാപൻ മക്കളോട് പറയും, മറ്റേ പണ്ടത്തെ മിസ്റ്റർ ബട്ട്ലേഴ്സിൻ്റെ പരസ്യം പോലെ അച്ഛനോട് പറഞ്ഞ് നിങ്ങൾ വേറെ മേടിച്ചോളൂ എന്ന് പറയുന്ന പോലെ, മക്കളെ നിങ്ങൾക്ക് അച്ഛൻ വേറെ കമ്പനി ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ FD ഇട്ട് തരാം മക്കളെ, നിങ്ങൾ ഇത് ഈ ഹയർ ചോളികൾക്ക് കൊടുത്തേക്കൂ എന്ന് ചിലപ്പോൾ പറയായിരിക്കും. അപ്പോൾ 212 നിങ്ങൾക്ക് വീതിച്ചങ്ങ് തരികയാണ്. പിന്നെ ബഡ്സ് കേസ് ജയിക്കുന്നു, ED പിന്നെ നിങ്ങളെ പരക്ക് കൊണ്ട് തരുന്നു, ആ പൈസ നിങ്ങളെ പരക്ക് കൊണ്ട് തരുന്നു. അപ്പോൾ 212 കോടി നിങ്ങൾക്ക് കിട്ടി. അത് ഒരു 20-ാം തീയതി തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. 20-ാം തീയതി ആണല്ലോ ഇവരുടെ കേസ്. അപ്പോൾ 20-ാം തീയതി തന്നെ നിങ്ങൾക്ക് 212 കോടി കിട്ടി. അപ്പോൾ 212 കോടി നിങ്ങൾക്ക് എത്രയാളാണ്? 1,50,00,000 എന്തായാലും ഇല്ല. അത് കളവായിരുന്നു. അത് ശ്രീനൊക്കെ കണക്കറിയാതെ അത് പറഞ്ഞതാണ്. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ 70 മില്യൺ ജനങ്ങൾ, 70 മില്യൺ ആൾക്കാരും നമ്മുടെ പൊങ്കാളി അടുപ്പുണ്ടാക്കുന്നെന്ന് പറഞ്ഞ പോലെ തള്ളിയതുപോലെയാണ് 1,80,00,000 ആൾക്കാർ ഉണ്ട് എന്ന് പറഞ്ഞ് തള്ളിയത്. അതെന്തായാലും കളവാണ് എന്ന് എല്ലാ ഹയറിച്ച് തെണ്ടികൾക്കും അറിയാം, പട്ടികൾക്കും അറിയാം. അപ്പോൾ ഇവരിപ്പോൾ പിടിച്ചിരിക്കുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് 16 ലക്ഷം. അപ്പോൾ ഈ 212-നെ 16 കൊണ്ട് ഞാൻ ഗുണിച്ചു നോക്കി. നമ്മുടെ കാൽക്കുലേറ്റർ ഗുണിച്ചപ്പോൾ എനിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് 212 കോടിയാണുള്ളത്. അത് 16 ലക്ഷം ആൾക്കാർക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 1325 രൂപയാണ്. 1325 രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും. ഇത് ഗ്യാരണ്ടിയാണ്. 1325 രൂപ. ഈ 1325 രൂപക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ 1.5 വർഷമായിട്ട് അപ്ഡേഷനും എൻ്റെ വായിലുള്ളതും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. 212 കോടി രൂപ, 16 ലക്ഷം ആൾക്കാർ കാത്തിരിക്കുകയല്ലേ. 16 ലക്ഷം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ഒരുപാട് ആൾക്കാർ കോടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർക്കൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഫുള്ളൊന്നും കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഫുള്ള് കിട്ടണമെങ്കിൽ മറ്റ് ലീഡർമാരുടെയൊക്കെ ആസ്തികൾ പിടിച്ചെടുക്കേണ്ടി വരും. 1000-ലധികം കോടികൾ കരസ്ഥമാക്കിയ 3000-ലധികം ആൾക്കാർ, അവരെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവരെയൊക്കെ ഇവർക്ക് ഇപ്പോഴും ബഹുമാനമാണ്. അവര് അധ്വാനിച്ചതിൻ്റെ കൂലിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, കഴിവാണ് അവരുടേത്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1325 രൂപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ 1325 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഗത്ഭന്മാരായ വക്കീലിനെ 50-50 എന്നുള്ള ഓഫർ കൊടുത്ത് നിർത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ചില ആൾക്കാർ. എന്താണല്ലേ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിൽ കളവാണെങ്കിൽ നിങ്ങളൊന്ന് 212-നെ 16 ലക്ഷം വെച്ചിട്ട് ഗുണിക്കണം. 16 ലക്ഷത്തിൽ 5 പൂജ്യം ഉണ്ടാവും.
മറ്റേ 212 212ഉം 2 4 6 8 പൂജ്യം ഇടണം. അപ്പോൾ അങ്ങനെ ഹരിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 16 ലക്ഷം ആൾക്കാർക്ക് 212 കോടി രൂപ വീതിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും വെറുതെ ആയിട്ടില്ലല്ലോ. 212 കിട്ടുമോ? അല്ല 1325 ഉറുപ്പ് കിട്ടുമല്ലോ. അല്ല പണിക്കും പോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും പൈസ കിട്ടുള്ളൂ.